കൊച്ചി എന്ന് സിനിമയിൽ നമ്മുടെ സലീമേട്ടൻ മണത്ത് കണ്ടുപിടിച്ചിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും കൊച്ചിയിൽ. എന്തൊക്കെ നിയമങ്ങൾ മാറി വന്നാലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും കൊച്ചിക്കാർ വഴിയിൽ മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടേയിരിക്കും. പാവം ഇവിടുത്തുകാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സാധാരണക്കാരന് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനാവാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ചേട്ടാ. മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇതുപോലെ അഴുക്ക് നിറഞ്ഞു കിടന്നിരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീടിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. ഒരു 200 മീറ്ററോളം ഞാൻ പഴച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് അമ്മയിലൊക്കെ വെച്ച് പിടിപ്പിച്ചു. ഇതുപോലെ കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമാക്കി പഴച്ചെടിയൊക്കെ. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഷിബു ഭരതൻ. അഴുക്ക് ചാല് നമുക്കൊരു മനോഹരമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമാണ് നമ്മൾക്ക് നിങ്ങൾ എൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. കൊച്ചി വഴിയ കൊച്ചിയല്ല. അതല്ല, മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് അഴുക്ക് ചാലും നമുക്ക് മനോഹരമാക്കാം. അപ്പോൾ ഷിബു ചേട്ടൻ പറയുന്നത് സാധാരണക്കാരന് പലതും ചെയ്യാൻ പറ്റുന്ന. അതെ അതെ, തീർച്ചയായിട്ടും നോക്കി കാണാം, ഒന്ന് പരിശ്രമിച്ചാൽ. വെറൈറ്റി പഴങ്ങളാണല്ലേ? വിദേശീയ സ്വദേശിയായിട്ടുള്ള ഒത്തിരി വെറൈറ്റി മാവും പ്ലാവും ചാമ്പയും ഒത്തിരി വെറൈറ്റി ഉണ്ട്. എല്ലാം നട്ടിരിക്കുന്ന ഈ കാണുന്നത് പോലെ ഡ്രമ്മും പോട്ടും. ഇത്രയും ചെറിയ മാവില്? അതെ അതെ അതെ, അതേ തൂക്കം തന്നെ. നമ്മൾ യഥാർത്ഥ മാവിലുണ്ടാണ് തൂക്കം തന്നെ. ഈ വഴിയിലൊക്കെ വെച്ചാൽ ആർക്കും എടുക്കാന്നാണോ ഫ്രൂട്ട്സ് ഒക്കെ? കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കാം. അത് ആ നിഷ്കളങ്കമായ അവരുടെ ബാല്യകാലത്തിലൊക്കെ കൊച്ചു പറമ്പിലൊക്കെ പറിച്ചു കിടന്നത് പോലെ ഇപ്പൊ മെട്രോ സിറ്റിയിൽ സ്ഥലമില്ല. പക്ഷെ അതിന് പകരം നമ്മളിത് ചെയ്യുമ്പോൾ അവർക്ക് ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നൊരു ആർക്കും വേണമെങ്കിലും ഈ വഴി നീളെ പേരക്കയും മാങ്ങയും ചാമ്പയ്ക്കൊക്കെ നിൽപ്പുണ്ട്. അത് കുട്ടികൾക്കെല്ലാം ഇഷ്ടം പോലെ പറിച്ചു കഴിക്കാം. താഴെ ഇതണ്ട, ഈ കളറൊക്കെ കണ്ടില്ലേ? ഇത് ചാമ്പയ്ക്കാണ്. തായ്ലൻഡ് ചാമ്പയാണ്. കഴിച്ചു നോക്കി. ഇതിന് മധുരമൊക്കെ ഒന്ന് രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇവിടെ വേസ്റ്റ് തള്ളിയിരിക്കുന്ന നമുക്ക് കാണാം. ഇതിന് മുമ്പ് തള്ളിയിരുന്ന വേസ്റ്റുകളൊക്കെ. പക്ഷെ ഇപ്പൊ ഈ ചെടി പിടിപ്പിച്ചൊക്കെ കൊണ്ട് ആരും ആളുകൾ ഇടാറില്ലാത്ത വെച്ചാൽ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും മനോഹരമായ കാഴ്ചയുടെ ഇടയിൽ കൂടി ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആയിരിക്കാം. എന്നെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുറച്ച് സ്ഥലമെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ള ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അത് കുട്ടികൾക്കും വരും തലമുറക്കും ഇതൊരു ഉപകാരപ്രദമാകുകയും ചെയ്യും. നമ്മളിങ്ങനെ നട്ട് നനച്ച് ഒരു പൂന്തോട്ടമാക്കി ഇങ്ങനെ ഒരു മനോഹരമായ ഉദ്യാനമാക്കി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് വേസ്റ്റ് തള്ളാൻ അവർക്കൊരു മനസ്സുണ്ടാവില്ല. ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഇടില്ല. അപ്പൊ മാലിന്യം വലിച്ചെറിയാൻ ഉദ്ദേശിക്കുന്നവരെ കൂടി ചിന്തിപ്പിക്കുകയാണ് ഷിബു ചേട്ടൻ. ഇത് കണ്ടില്ലേ, ഒരു ചെറിയ ബുഷ് ഓറഞ്ച് ഞാൻ കാണിച്ചു തരാം ചേട്ടൻ. ഇത് ഓറഞ്ച് ജ്യൂസ് ആണ്? ഓറഞ്ച് ജ്യൂസ് അല്ല, ബുഷ് ഓറഞ്ച് ആണ്. ഇതൊക്കെ ഒരു തായ്ലൻഡിൽ നിന്ന് തന്നെ. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു ഓറഞ്ചിന്റെ ഫ്ലേവറുള്ള ബുഷ് ഓറഞ്ച് ആണ്. ഇത് 5 പേർക്ക് ജ്യൂസ് കുടിക്കാം. ഇത് ഒരെണ്ണം ഇപ്പം അടിച്ചാണ്. ഇന്ന് കുടിച്ചു നോക്കിയേ. ഒരു നാച്ചുറൽ ജ്യൂസ് നിങ്ങൾക്ക് ലൈവ് ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് പറിച്ചിട്ട് ഇത് കണ്ടില്ല, ഈ ഒരു സാധനത്തിൽ നിന്നാണ് ഈ ജ്യൂസ് കഴിക്കുന്നത് കേട്ടോ. ഇതുപോലെ അഴുക്ക് നിറഞ്ഞു കിടക്കുന്ന സ്ഥലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി സ്വർഗവും എന്നൊക്കെ പറഞ്ഞു കേറില്ലേ, അത് ഇതിൻ്റെ അപ്പുറത്തേക്കാവും. കാര്യം മനസ്സുണ്ടെങ്കിൽ ഗ്രാൻഡാവും. വേണമെന്ന് വെച്ചാൽ വേരിലും കായ്ക്കുമെന്നത് ചക്കയുടെ മാത്രമല്ല, അത് നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. തീർച്ചയായും വേണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ പൂന്തോട്ടം വിരിയും ഏത് മാലിന്യ കൂമ്പാരത്തിലും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം ആദിത്യ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്. ആദ്യ ഗുഡ് മോർണിംഗ്. ഈ ഷിബു ചേട്ടൻ്റെ ഉദ്യാനം അത് നമ്മൾ ഈ പറയുന്ന പോലെ അത് സ്വർഗം തന്നെയാണ്. കാരണം ഈ അഴുക്ക് ചാലിനെ ഇത്രയും മനോഹരമാക്കിയ ഒരു ഉദ്യാനം, അതും നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു മനോഹരമായ ഒരു നല്ല പ്രവൃത്തി, അതിനെ കാണാതിരിക്കാൻ പറ്റില്ല, അതിനെ കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമാണ്, അത്രയും ഒരു പുണ്യപ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പിന്നെ ആ തോട്ടത്തിൽ കണ്ട ചാമ്പയും റംബുട്ടാനും പിന്നെ അതുപോലെ തന്നെ ഈ മാമ്പഴമൊക്കെ കാണുമ്പോഴത്തേക്കും ഇത്രയും ഓർഗാനിക് ആയിട്ടുള്ള ആ ഫ്രൂട്ട്സ് ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും പറിച്ച് കഴിക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സും അത് വലിയൊരു കാര്യം തന്നെയാണ്. ഷിബു ചേട്ടൻ ആവർത്തിച്ച് പറയുന്നത് പോലെ തന്നെയാണ്, മനസ്സുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതിന് ഒരു നേർസാക്ഷ്യം അല്ലേ ആദി? കൊച്ചിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചിയിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ മാലിന്യ പ്രശ്നമാണ്. എല്ലാവരും റോഡ് സൈഡിൽ മാലിന്യം കൊണ്ട് തള്ളുന്ന ആ ഒരു ട്രെൻഡ്, അത് പുറത്തിറങ്ങിയതേ കൊച്ചിക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോഴും പിന്തുടർന്ന് പോവുകയാണ്.
എത്രയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാലും എന്തൊക്കെ നിയമങ്ങൾ മാറ്റിയാലും കൊച്ചിക്കാരങ്ങനെ മാറാനൊന്നും പോകുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പല പല വാർത്തകൾ എന്നും വരുന്നത്, നിത്യേന വരുന്നത്. ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ട് പുറന്തള്ളുക, വലിയ പിഴയൊക്കെ ഈടാക്കിയിട്ടുണ്ട്, എന്നാലും ആരും അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ നിരന്തരം നാട്ടുകാർ പൊറുതിമുട്ടിയൊരു സ്ഥലമാണ് ഈ പള്ളുരുത്തിയിലെ ഈ സ്ഥലം. അവിടെ നമ്മുടെ ഷിബു ഭരതൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഇത്തരത്തിൽ വലിയ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേ നാളിങ്ങനെ പോയി. അങ്ങനെ ഒരു 4 വർഷം മുമ്പ് അദ്ദേഹത്തിന് തോന്നിയ ഒരു ഐഡിയയാണ് ഇവിടെ ഈ വഴിയുടെ 2 വശങ്ങളിലും ചെടികളും പൂക്കളും ഒക്കെ വെച്ച് ഒരു പൂന്തോട്ടമാക്കി മാറ്റിയാലോ എന്ന്. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഇത്തരത്തിൽ. അതും ഒന്നാന്തരം പഴവർഗ്ഗങ്ങളുടെ ചെടികളാണ്. അതും വിദേശത്ത് നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത ഓറഞ്ചും മാങ്ങയൊക്കെ നമ്മൾ കണ്ടു, ചാമ്പയ്ക്കൊക്കെ അതൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. അത് നമ്മളിപ്പോൾ പോയത് സീസണില്ലാത്തതുകൊണ്ടാണ്. സീസണിൽ അതൊക്കെ ഇങ്ങനെ പൂത്തെളിഞ്ഞ് നിൽക്കുന്നത് കാണാൻ, അല്ലെങ്കിൽ കായൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ അതിമനോഹരമാണ്. അതും അദ്ദേഹം യാതൊരു നിബന്ധനകളും ഇല്ലാതെ ആ വഴിനീളെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ വീടുകളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, എല്ലാവരുടെയും അനുവാദത്തോടു കൂടി. കുട്ടികൾക്കൊക്കെ അതുപോലെ അവിടെ പിടിക്കുന്ന കായകളൊന്നും അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയല്ല, അവിടുത്തെ കുട്ടികൾക്ക് പറിച്ച് തിന്നാം, വഴിയോരത്ത് പോകുന്നവർക്കെല്ലാം പറിച്ച് തിന്നാം. അതങ്ങനെ മാങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്നതൊക്കെ ആർക്ക് വേണമെങ്കിലും തിന്നാം. അപ്പോൾ നമുക്കത് എടുത്ത് തന്നത് കണ്ടിട്ട് ദൃശ്യങ്ങളിൽ കണ്ടില്ലേ. അങ്ങനെ വലിയൊരു ചിന്താഗതി. അതായത് ഒരു സ്ഥലം ഇങ്ങനെ വെറുതെ കിടന്നാൽ ആളുകൾക്ക് വേസ്റ്റ് എടുത്തിടാൻ തോന്നുന്ന അതുകൊണ്ടല്ലേ, ആ ഒരു പ്രവണത വരുന്ന അതുകൊണ്ടല്ലേ. അതുകൊണ്ട് അതൊരു പൂന്തോട്ടമാക്കി മാറ്റിയാൽ എങ്ങനെ ഒരാൾക്ക് മാലിന്യം വലിച്ചെറിയാൻ സാധിക്കുമെന്നൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ അദ്ദേഹം പറയുന്നത് ഒരുപാട് പേര് ഇതുപോലെ മുന്നേക്ക് വരിക, അങ്ങനെ പുറമ്പോക്കായി ഭൂമിയൊക്കെ ഇട്ടേക്കാതെ അവിടെ എന്തെങ്കിലുമൊക്കെ തൈകൾ വെച്ച് നടുക. അത് നമ്മുടെ ഭൂമിക്കും അതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികളൊക്കെ അങ്ങനത്തെ കാഴ്ചകൾ കണ്ട് വളരട്ടെ, ഈ മാലിന്യ കൂമ്പാരം കണ്ട് വളരാതെ നല്ല പൂത്തെളിഞ്ഞ് നിൽക്കുന്ന ചെടികൾ കണ്ട് വളരട്ടെ. ആ ചെടികൾ വളർത്തുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ അടുത്ത തലമുറ മാറട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഏറെ ദുഃഖകരമായ മറ്റൊരു കാര്യം, ഇത്രയേറെ അണിയിച്ചൊരുക്കിയിട്ട് പോലും ഇപ്പോഴും അവിടെ വേസ്റ്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. ഈ മനോഹരമായ ചെടികൾക്കിടയിലൂടെ വേസ്റ്റ് ഇടുന്നു പോകുന്ന വിദ്വാൻമാരുമുണ്ട്. അവർക്കൊക്കെ ഒരു പാഠവും കൂടി ആകട്ടെ എന്നാണ്. എന്തായാലും ഏറെ പ്രതീക്ഷ ഉണർത്തുന്ന ഏറെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് പള്ളുരുത്തിയിലെ ഷിബു ഭരതൻ എന്ന ഈ അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നത്. ഏറെ സന്തോഷം, പ്രതീക്ഷ സന്തോഷവും മാത്രമല്ല, ആദ്യം ഒരു വലിയൊരു സന്ദേശം, സമൂഹത്തിനൊരു വലിയ സന്ദേശം കൂടി കൊടുക്കുകയാണ് ഷിബു ചേട്ടൻ. ഇനിയും ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തെ മാതൃകയാക്കി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാൻ കഴിയട്ടെ. ഈ മാലിന്യ കൂമ്പാരം അല്ലെങ്കിൽ കൊച്ചിയുടെ ഈ ഒരു പേര്, കൊച്ചി എത്തി എന്ന് പറയുന്ന ആ ഒരു ലേബലിനെ മാറ്റാൻ ഇതിലൂടെ സാധിക്കട്ടെ. അതിനൊരു തുടക്കം കൂടി ആവട്ടെ നമ്മുടെ ഷിബു ചേട്ടൻ്റെ നല്ലൊരു പ്രവൃത്തിയും ഈ കാഴ്ചകളും. ശരി ആദി.